ദക്ഷിണ ലെബനിലെ ആകാശം വെടിനിർത്തലിന്റെ ആശ്വാസത്തിലായിരുന്നെങ്കിലും മണ്ണിൽ പ്രതിരോധത്തിന്റെ കനലുകൾ അണഞ്ഞിരുന്നില്ല എന്നതിന്റെ തെളിവായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഷഖീഫ് കോട്ടയിൽ നടന്ന സംഭവങ്ങൾ. യുദ്ധം തളർത്തിയ ജനതയ്ക്ക് വെടിനിർത്തൽ പ്രഖ്യാപനം വലിയ ആശ്വാസമാണ് നൽകിയത്. എന്നാൽ ഈ സമാധാനാന്തരീക്ഷത്തിനിടയിലും ഇസ്രയേൽ സൈന്യം നടത്തിയ നീക്കങ്ങളും അതിനെതിരെയുള്ള പ്രാദേശിക പ്രതിഷേധങ്ങളും മേഖലയിലെ സാഹചര്യം ഇപ്പോഴും സങ്കീർണമാണെന്ന് വിളിച്ചു പറയുന്നതാണ്. ലബനിലെ പുരാതനവും തന്ത്രപ്രധാനവുമായ ഷഖീഫ് കോട്ടയുടെ മുകളിൽ നിന്ന് ഇസ്രയേൽ പതാക താഴേക്ക് വലിച്ചെറിഞ്ഞ ഒരു യുവാവിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുകയാണ്. വെടിനിർത്തലിന്റെ ആദ്യ ദിനം തന്നെ ഇസ്രയേൽ സൈനിക വിഭാഗം ഷഖീഫ് കോട്ടയിൽ അതിക്രമിച്ചു കയറിയതായി ലബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കരാർ നിലവിലിരിക്കെ നടന്ന ഈ നീക്കം വലിയ പ്രകോപനപരമായാണ് പ്രാദേശിക ജനത കാണുന്നത്. കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ച സൈനികർ അവിടെ ഇസ്രയേൽ പതാക ഉയർത്തുകയും നിരീക്ഷണത്തിനായി സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു. വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം നടപടികൾ മേഖലയിൽ വീണ്ടും അസ്വസ്ഥതകൾ പടരാൻ കാരണമായി. സൈന്യം പിൻവാങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഒരു ലബനീസ് യുവാവ് ജീവൻ പോലും പണയപ്പെടുത്തി കോട്ടയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറിയത്. കോട്ടയുടെ ഏറ്റവും മുകളിലെത്തിയ അദ്ദേഹം അവിടെ സ്ഥാപിച്ചിരുന്ന ഇസ്രയേൽ പതാക ഫലമായി താഴെയിറക്കി. തുടർന്ന് കോട്ടയുടെ താഴേക്ക് അത് വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇത് വെറും ഒരു വൈകാരിക പ്രകടനം മാത്രമല്ല, മറിച്ച് തങ്ങളുടെ മണ്ണിൽ അധിനിവേശം അനുവദിക്കില്ലെന്ന ലബനീസ് ജനതയുടെ ശക്തമായ സന്ദേശമായി ഇതിനെ വിലയിരുത്തപ്പെടുന്നു. തന്ത്രപ്രധാനമായ ഈ കോട്ട പല ചരിത്ര യുദ്ധങ്ങൾക്കും സാക്ഷ്യം വഹിച്ചതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ നിർമ്മിതിക്ക് ലെബനന്റെ ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട്. അവിടെ മറ്റൊരു രാജ്യത്തിന്റെ പതാക ഉയർത്തുന്നത് തങ്ങളുടെ അഖണ്ഡതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമായി അവർ കരുതുന്നു. അതേസമയം വെടിനിർത്തൽ പ്രഖ്യാപിച്ച വാർത്ത പുറത്തു വന്നതോടെ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ വൻ ആഘോഷങ്ങളാണ് നടന്നത്. മാസങ്ങളോളം നീണ്ടുനിന്ന വ്യോമാക്രമണങ്ങൾക്കും മരണഭീതിക്കും വിരാമമിട്ടുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങി. പലയിടങ്ങളിലും ആകാശത്തേക്ക് വെടിയുതിർത്താണ് ജനങ്ങൾ തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചത്. ഹിസ്ബുള്ളിയുടെ പതാകകൾ വീശിയും മുദ്രാവാക്യങ്ങൾ വിളിച്ചും നടന്ന ഈ പ്രകടനങ്ങൾ തകർന്നടിഞ്ഞ നഗരവീഥികളിൽ പുതിയൊരു ആവേശം പകർന്നു. വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്ത പലരും തിരികെ വരാൻ തുടങ്ങിയിരിക്കുന്നു. എങ്കിലും ഈ സമാധാനം എത്ര നാൾ നീണ്ടു നിൽക്കും എന്ന ആശങ്കയും ഓരോ മുഖത്തും നിഴലിക്കുന്നുണ്ട്. സൈനിക നീക്കങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും നയതന്ത്ര തലത്തിൽ ഇപ്പോഴും വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ഇസ്രയേൽ സൈന്യം സ്ഥാപിച്ച ക്യാമറകളും മറ്റു നിരീക്ഷണ സംവിധാനങ്ങളും വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നാണ് ലബനീസ് അധികൃതർ വാദിക്കുന്നത്. സമാധാനത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് ഭാവിയിലെ സമാധാന ചർച്ചകളെയും ബാധിച്ചേക്കാം. എങ്കിലും വർഷങ്ങളായി യുദ്ധം തളർത്തിയ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ താൽക്കാലിക വെടിനിർത്തൽ പോലും ഒരു വലിയ അതിജീവനമാണ്. ഷഖീഫ് കോട്ടയിലെ പതാക താഴെയിറക്കിയ സംഭവം ലബനിലെ സാധാരണക്കാരുടെ ഇടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.